Mid-size sedan segmental performance importance കൊടുത്തിട്ട് സ്കോഡ ഒരു വാഹനം ഇറക്കി. ആ വാഹനമാണ് ഈ വാഹനം. സോ വാഹനം ഏതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഓട്ടോമൊബൈൽ ചാനൽസിലും പത്രങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് സ്കോഡയുടെ സ്ലാവിയ തന്നെയാണ്. സ്ലാവിയയുടെ 1 ലിറ്ററിൻ്റെ റിവ്യൂ 28-ാം തീയതി നമ്മൾ റിവ്യൂ ആയിട്ട് വിട്ടിരുന്നു. കംപ്ലീറ്റ് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് അതിന് മുമ്പ് തന്നെ ഒരു വാക്ക് അറൗണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്കിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റൈലിങ്ങിലേക്കോ ഡിസൈനിലേക്കോ ഒന്നും കയറുന്നില്ല. ഇത് 1.5 ലിറ്റർ പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സ്കോഡയുടെ സ്ലാവിയാണ്. അപ്പോൾ ഈ സ്ലാവിയയുടെ എക്സ്റ്റീരിയറോ ഇൻറ്റീരിയറോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും പോകുന്നില്ല. അതൊക്കെ കാണേണ്ടവർ പ്ലീസ് നിങ്ങൾ ആ പഴയ വീഡിയോസ് 2 ഫുൾ പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കൂടുതൽ പറയുന്നത് ഇതിൻ്റെ ഡ്രൈവും ഇതിൻ്റെ ആ ഒരു പെർഫോമൻസിന് എന്തുകൊണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇതിനകത്ത് എന്താണ് ഇതിൻ്റെ ഫൺ ഫാക്ടർ എന്നീ കാര്യങ്ങളാണ്. നമുക്ക് നേരെ അതിലേക്ക് പോകാം. സോ ഒരു പെർഫോമൻസ് കാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ എൻജിൻ കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം. എൻജിൻ ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ അതിനെല്ലാം മുമ്പ് ഇതിൻ്റെ പെർഫോമൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പം ഇതിൻ്റെ ഒരു 0 to 100 എത്ര സെക്കൻഡ് എടുക്കും എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്കോഡ ഇതിനെ ഒരു പെർഫോമൻസ് കാർ എന്ന് വിളിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആരും തന്നെ ഒരു 1.5 ലിറ്റർ എഞ്ചിനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പെർഫോമൻസ് കാറാണ് അല്ലെങ്കിൽ പെർഫോമൻസിന് അത്രയും ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ഫൺ ഫാക്ടർ ഉണ്ട് എന്ന് ഒരു മാനുഫാക്ചറും പറഞ്ഞിട്ടില്ല ഇതുവരെ ഈ ഒരു സെഗ്മെൻറ്റിൽ. ഇപ്പോൾ അല്ലെങ്കിൽ ഒരു മിഡ് സൈസ് സെഡാൻ സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആരും തന്നെ പറഞ്ഞിട്ടില്ല. സ്കോഡ ആദ്യമായിട്ട് പറയുന്നതാണ്. അപ്പോൾ അത് നമുക്കറിയണം. അതിൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. 0 to 100 എത്ര സെക്കൻഡിൽ എടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. സോ 0 to 100 എത്താനായിട്ട് ഞാൻ നോക്കിയപ്പോൾ വന്നത് നമുക്കൊരു ലെസ് ദെൻ 8 എന്നൊക്കെ വേണമെങ്കിലും പറയാം. പക്ഷേ അറൗണ്ട് 8 സെക്കൻഡ്സ് ആണ് 0 to 100 എത്താനായിട്ട്. സ്ലാവിയ 1.5 ലിറ്റർ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ലെസ് ദെൻ 8 സെക്കൻഡ്സ് ആണ്. ഒരു 7.98 സെക്കൻഡ്സിൽ നമുക്ക് 0 to 100 എത്താൻ സാധിക്കും. സോ ഇനി നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ എൻജിൻ്റെ കാര്യങ്ങളാണ്. എൻജിൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഡ്രൈവ് ചെയ്തത് 1 ലിറ്റർ ആയിരുന്നു. 1 ലിറ്ററിൻ്റെ ഒരു ക്യാരക്ടർ, ഒരു നോർമൽ ഡ്രൈവ്, പീസ്ഫുൾ ഡ്രൈവ് എന്നൊക്കെയുള്ളതായിരുന്നു ക്യാരക്ടർ. ഭയങ്കര പവർഫുൾ എഞ്ചിനൊന്നുമല്ല, ഡെലിവറി ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ടില്ല. ഞാൻ അതിനകത്ത് പറഞ്ഞൊരു കാര്യം, സ്പോർട്ട് മോഡും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം സ്പോർട്ട് മോഡിന് എന്താണില്ലാത്ത പാഡൽ ഷിഫ്റ്റൊക്കെ കണ്ടു, പക്ഷേ സ്പോർട്ട് മോഡ് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ വാഹനം ഓടിച്ചപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു സ്പോർട്ട് മോഡിൻ്റെ ആവശ്യം അതിലില്ല. ആ സ്പോർട്ട് മോഡിൻ്റെ ഫീൽ അല്ലെങ്കിൽ ഒരു ഫൺ ഫാക്ടർ വേണ്ട ആൾക്കാർ 1.5 തന്നെ മേടിക്കണം എന്നുള്ളത്. കാരണം ആദ്യം ഈ വാഹനം എടുത്തപ്പോൾ തന്നെ ആ ഒരു ഡെലിവറി അല്ലെങ്കിൽ ആ ഒരു പെപ്പി ഫീൽ എനിക്ക് ശരിക്കും കിട്ടിയതാണ്. സോ ഇതിൻ്റെ എൻജിൻ വരുന്നത് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. അതിൻ്റെ പവർ 150 PS പവറുണ്ട്. അതുപോലെ ടോർക്ക് ആണെങ്കിലും ഏകദേശം 250 Nm ടോർക്കും ഉണ്ട്. സോ ടോർക്കും പവറും ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ തന്നെ അത് ഡ്രൈവിൻ്റെ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇതിലും ഒരു സ്പോർട്ട് മോഡൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ പാഡൽ ഷിഫ്റ്റ് ഇതിനകത്തുണ്ട്. അപ്പോൾ പക്ഷേ ഡ്രൈവിൽ ശരിക്കും ആ ഒരു സ്പോർട്ടിയ ഫീൽ അല്ലെങ്കിൽ ഒരു പെപ്പി ഫീൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ഈ ഒരു വാഹനത്തിൽ നിന്ന്. സോ 1.5 ലിറ്ററിൽ ഇതൊരു ടർബോ ചാർജ്ഡ് എഞ്ചിനും കൂടെയാണ്. ടർബോ ചാർജ്ഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ആ ഒരു ഫ്ലോ കുറച്ചും കൂടെ കിട്ടും, കുറച്ചും കൂടി പവർ നമുക്ക് ഫീൽ ചെയ്യും, ടർബോ ഫീൽ നമുക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്ത് മൈലേജ് എല്ലാവരും ചിലപ്പോൾ ഒരു 1.5 ലിറ്റർ ആണ്, അതുകൊണ്ട് കുറച്ചും കൂടി വലിയ എഞ്ചിനാണെന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നിട്ട് മൈലേജ് ഡ്രോപ്പ് ഭയങ്കരമായിട്ട് ഉണ്ടാവും എന്നൊക്കെ തോന്നാം. പക്ഷേ അങ്ങനെ ഭയങ്കര ഒരു ഡ്രോപ്പൊന്നും വരാൻ സാധ്യതയില്ല. കാരണം ഇതിനകത്തൊരു സിലിണ്ടർ ഡീആക്ടിവേഷൻ ഉണ്ട്. അത് നമ്മൾ കുഷാക്കിലും ടൈഗറിലും ഒക്കെ കണ്ടതാണ്. 1.5 മാത്രം സിലിണ്ടർ ഡീആക്ടിവേഷൻ ഉണ്ട്. അപ്പം ആവശ്യമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നോർമൽ ഡ്രൈവിൻ്റെ സമയത്തൊക്കെ 2 സിലിണ്ടർ ഡീആക്ടിവേറ്റഡ് ആയ 2 സിലിണ്ടറിൽ മാത്രം ഫ്യൂവൽ ഫ്ലോ വരുന്നു. സോ അങ്ങനെ കുറച്ച് ഫ്യൂവൽ സേവ് ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ മൈലേജിൽ ഭയങ്കരമായ ഒരു ഡ്രോപ്പൊന്നും ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ ഭയങ്കരമായ ആക്സിലറേഷനൊക്കെ കൊടുക്കുന്ന സമയത്താണ് ചിലപ്പോൾ ഡ്രോപ്പ് വരിക. അല്ലാത്ത സമയത്ത് നോർമൽ ആയിട്ടുള്ളൊരു മൈലേജ് നമുക്ക് കിട്ടും. എന്താണെങ്കിലും ഫൺ വേണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പെപ്പി ഫൺ ഫാക്ടറൊക്കെ വേണമെങ്കിൽ കുറച്ച് മൈലേജ് നമ്മൾ സഹിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. 1 ലിറ്റർ പോലെയല്ല, ഈ 1.5 ലിറ്റർ എഞ്ചിൻ കുറച്ചും കൂടി വലുതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ എഞ്ചിൻ്റെ കോമ്പണൻസ് കംപ്ലീറ്റ് ഇമ്പോർട്ടഡ് ആണ്. അത് ഇവിടെ അസംബിൾ ചെയ്തിട്ടാണ്. സോ ആ ഒരു ഇമ്പോർട്ടഡ് എഞ്ചിൻ ആയതിൻ്റെ കുറച്ചൊരു റിഫൈൻഡ് ഫീല് ഈ എഞ്ചിനുണ്ട്. നല്ല രീതിയിൽ റിഫൈൻഡ് ആണ്. അതുപോലെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഒരു ഹെവിയർ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലാണെങ്കിലും നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ബാക്കിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു ഹെവിയർ ഫീല് നല്ല രീതിയിൽ ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. സോ ഒരു കോൺഫിഡൻസും ഒരു പവറും എല്ലാം നമുക്ക് ഈ 1.5 ലിറ്റർ വെച്ചിട്ടുള്ള സ്ലാവിയ ഓടിക്കുമ്പോൾ ഡെഫിനറ്റായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്.
റെസ്പോൺസ് നല്ല രീതിയിൽ തന്നെയുണ്ട്. ആ ഒരു 150 PS പവർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫീലിംഗ്, അത് ടർബോ ലാഗോ അങ്ങനെ കാര്യങ്ങളൊന്നും എനിക്ക് ഡ്രൈവിൻ്റെ സമയത്ത് ഫീൽ ചെയ്തില്ല. ഈവൻ നമ്മൾ പാഡൽ ഷിഫ്റ്റൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു ലാഗോ ഇല്ലാതെ ഷിഫ്റ്റിംഗ് പ്രോപ്പറായിട്ട് പ്രോപ്പർ ടൈമിങ്ങിൽ തന്നെ ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഇത് ഞാൻ 1 ലിറ്റർ പറഞ്ഞ സമയത്ത് പറഞ്ഞു ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ശരിക്കും 179 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് വാഹനം കുറച്ച് പൊങ്ങിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ ഒരു പക്ഷേ സ്റ്റിഫർ ആയിരിക്കും. അത് സസ്പെൻഷൻ സ്റ്റിഫർ ആക്കിയതായിരിക്കാം. ആ ഒരു സ്റ്റിഫർ സസ്പെൻഷൻ ശരിക്കും ഡ്രൈവിൻ്റെ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു കൺട്രോൾ അല്ലെങ്കിൽ കോൺഫിഡൻസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റിഫർ സസ്പെൻഷനാണ്, കുറച്ചും കൂടി പവർ ഉണ്ട്, സ്റ്റിയറിംഗ് ആണെങ്കിലും നല്ല റെസ്പോൺസീവ് ആണ്. സോ ഓവറോൾ ആ ഒരു ഡ്രൈവിംഗ് ഫൺ എനിക്ക് 1.5 ലിറ്ററിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ എൻജിൻ എനിക്ക് കുഷാക്കിലാണ് ഞാൻ ആദ്യം ഈ എൻജിൻ വന്നത്. ഞാൻ അന്ന് കുഷാക്കിൽ ഈ എൻജിൻ വെച്ച് കുഷാക്ക് ഞാൻ ഓടിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ടൈഗൂണിൽ വന്നു. ടൈഗൂണിലും എനിക്ക് 1.5 ലിറ്ററിൽ ഉള്ള എൻജിൻ എനിക്ക് ഓടിക്കാൻ പറ്റിയില്ല. എല്ലാവരും 1 ലിറ്റർ ആയിരുന്നു ആവശ്യപ്പെട്ട. 1 ലിറ്ററിൽ എങ്ങനെയുണ്ട് അതായിരുന്നു എല്ലാവരുടെയും ആവശ്യം. അതുപോലെ തന്നെ അവൈലബിളും അല്ലായിരുന്നു 1.5 ലിറ്ററിലുള്ള കുഷാക്കും ടൈഗൂണും ഒന്നും. പക്ഷേ ഇതിൽ ആദ്യമേ തന്നെ, അതായത് സ്കോഡ ഇതിനെ ഒരു 1.5 ലിറ്റർ വെച്ച സ്ലാവിയെ ഒരു പെർഫോമൻസിന് വേണ്ടി തന്നെ കൊണ്ടുവന്ന് പെർഫോമൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന് ശരിക്കും മനസ്സിലായി. കാരണം മീഡിയ ഡ്രൈവിന് ഒരു 1.5 ലിറ്റർ തന്നപ്പോൾ തന്നെ വി വർ ഓൾ ഷുവർ ഓക്കെ ഇത് ഒരു പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ സ്കോഡ കൊണ്ടുവന്ന ഒരു കാറാണ്. അതും ഒരു മിഡ് സൈഡ് സെഡാനിൽ. കാരണം ഇപ്പോൾ മിഡ് സൈഡ് സെഡാനിൽ അങ്ങനെ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഒരു പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വാഹനമില്ല. ഇപ്പോൾ ആദ്യത്തേതാണ് എന്ന് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ ഫസ്റ്റ് ആണ് എന്ന് തന്നെ എനിക്ക് സ്ലാബിനെ വിളിക്കേണ്ടി വരും. സോ ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളുമായിട്ടൊരു കമ്പാരിസൺ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു പെർഫോമൻസ് നമുക്ക് ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഒരു വാഹനവുമായിട്ട് അധികം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കിട്ടുന്നില്ല ആക്ച്വലി. കാരണം ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് ഇൻ ദ സെഗ്മെൻ്റ് ആയിട്ട് തന്നെ ഞാൻ ഇതിനെ കണക്കാക്കും, പെർഫോമൻസിനെ ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന റാപ്പിഡായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ റാപ്പിഡ് ഇപ്പോൾ എൻ്റെ കയ്യിൽ റാപ്പിഡ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഡീസലായിരുന്നു, ഡീസൽ DSG ആയിരുന്നു. അതുകൊണ്ട് അതും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പെട്രോൾ വന്ന സമയത്ത് അല്ലെങ്കിൽ പെട്രോൾ ഉണ്ടായിരുന്ന സമയത്തും ആ റാപ്പിഡിൻ്റെ ആ ഒരു ഹൈ സ്പീഡ് ആ ഒരു സ്റ്റെബിലിറ്റി അല്ല ഇതിനകത്ത് കിട്ടുന്നത്. കാരണം ഇത് കുറച്ചും കൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടി. അപ്പം ആ ഒരു സ്റ്റെബിലിറ്റി ഒരു 140-130 പോകുന്ന സമയത്ത് ഒരു ലോങ് സ്ട്രെച്ച് അല്ലെങ്കിൽ 140 പോകുമ്പോൾ ചെറിയൊരു ബോഡി റോൾ പോലെ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഞാൻ പറഞ്ഞ പോലെ അത് സ്റ്റിഫർ സസ്പെൻഷൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടിയതിൻ്റെയൊക്കെ ആയിരിക്കാം. എന്താണെങ്കിലും ഒരു കോൺഫിഡൻസ് മുഴുവനായിട്ട് പോയി എന്ന് പറയാൻ പറ്റത്തില്ല. കമ്പയർഡ് ടു റാപ്പിഡിൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇറ്റ്സ് ലോട്ട് ഓഫ് ഫൺ. പവർ ഡെലിവറി മുഗ്രനാണ്. ബ്രേക്കിംഗ് ബെറ്റർ ആയിട്ടുണ്ട്. ബ്രേക്കിംഗ് ഈസ് ഓൾസോ നൈസ്. അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് സ്പീഡിൽ പോവാം. സോ ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് ശരിക്കും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നതും അതുപോലെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്കും ആ ഒരു ഡ്രൈവിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ബാക്കി എല്ലാം സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പം എനിക്കിവിടെ വരുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ റെഡ് 1 ലിറ്ററും ബ്ലൂ കളർ കംപ്ലീറ്റ് 1.5 അതാണ് എനിക്കുള്ള ഒരു വ്യത്യാസം. പക്ഷേ ഇതിപ്പം കളേഴ്സ് എല്ലാത്തിലും അവൈലബിൾ ആണ്. എക്സ്റ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബട്ടർഫ്ലൈ ഗ്രിൽ, അതുപോലെ അതിൻ്റെ ഹെഡ് ലൈറ്റ്സ്, ബമ്പർ, സൈഡ് പ്രൊഫൈൽ, ആ കൂപ്പേ ഫീൽ, ടെയിൽ ലാമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സെയിം തന്നെയാണ്. ഒരു വ്യത്യാസവും 1 ലിറ്ററിലും 1.5 ഇല്ല. വ്യത്യാസം വരുന്നത് ഡ്രൈവിൻ്റെ സമയത്താണ്. ആ ഒരു വ്യത്യാസം ഭയങ്കര വ്യത്യാസമാണ്, ഭയങ്കര രസമാണ് ഈ ഒരു 1.5 ലിറ്റർ എൻജിൻ വെച്ച് സ്ലാബി ഓടിക്കാൻ. ഇൻറ്റീരിയറിലാണെങ്കിലും എവറിത്തിങ് ഇസ് സെയിം. കളർ കോമ്പിനേഷൻ, അതുപോലെ സ്ക്രീൻ ആണെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിലും സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഫീൽ ആണെങ്കിലും എല്ലാം, സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഹോൾ സെറ്റപ്പ് ആണെങ്കിലും എല്ലാം തന്നെ സെയിം ആണ്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. വ്യത്യാസം 1 ലിറ്ററും ഞാൻ പറഞ്ഞ പോലെ എഞ്ചിൻ്റെ വ്യത്യാസമുണ്ട്. അത് കൂടാതെ വരുന്നത് ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ വ്യത്യാസമാണ്. മാനുവൽ വരുന്നത് ഒരു 6 സ്പീഡ് മാനുവലാണ്. 6 സ്പീഡ് മാനുവൽ വരുന്നു. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വരുമ്പോൾ ഒരു 7 സ്പീഡ് DSG ആണ് ഇതിനകത്ത് വരുന്നത്. സോ അതാണ് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള വ്യത്യാസം. മറ്റതിൽ 1 ലിറ്റർ എഞ്ചിൻ വരുമ്പോൾ ഇതിൽ 1.5 ലിറ്റർ, മറ്റതിൽ 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും ആയിരുന്നു 1 ലിറ്ററിൽ. 1.5 ലിറ്ററിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു 6 സ്പീഡ് മാനുവലും ഒരു 7 സ്പീഡ് DSG ഗിയർ ബോക്സുമാണ് ഓട്ടോമാറ്റിക്കലി വരുന്നത്. 1 ലിറ്ററിൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് അതിൻ്റെ വില അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈവൻ 1.5ൻ്റെ ആണെങ്കിലും വില അനൗൺസ് ചെയ്തിട്ടില്ല. ഇന്നാണ് അതിൻ്റെ വില അനൗൺസ് ചെയ്തത്. നിങ്ങളിത് കാണുന്ന ദിവസമായിരിക്കും അതിൻ്റെ വില അനൗൺസ് ചെയ്യുന്നത്. 1.5ൻ്റെ 1 ലിറ്ററിൻ്റെ വില വന്നിരിക്കുന്നത് 10.69 ആണ് ബേസ് മോഡലിൻ്റെ വില, എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അതിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 15.40 ആണ് ടോപ്പ് എൻഡ് വേർഷൻ 1 ലിറ്റർ സ്ലാവിയയുടെ വില വരുന്നത്. സോ 10.69 to 15.40 lakhs ആണ് എക്സ് ഷോറൂം പ്രൈസ് സ്ലാവിയ 1 ലിറ്റർ എഞ്ചിൻ വെച്ച് സ്ലാവിയയുടെ വില വരുന്നത്.
സോ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് 1.5-ൻ്റെ വില ഏകദേശം ഒരു 16.5 to 18.5 അല്ലെങ്കിൽ 19 ആയിരിക്കണം 1.5 ലിറ്റർ വെച്ചിട്ടുള്ള സ്ലാവിയയുടെ എക്സ്-ഷോറൂം പ്രൈസ് വരാൻ പോകുന്നത്. സോ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു മിഡ് സൈസ് സെഡാനോ അല്ലെങ്കിൽ ഒരു സെഡാനാണ് വേണ്ടതെങ്കിൽ ഇത് ഒരു നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും. കാരണം ഇതിൽ കൂടുതൽ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പെർഫോമൻസ് ഓറിയൻറ്റഡ് കാർസ് ഉണ്ട്. ഇപ്പം സ്കോഡയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒക്ടാവിയ ഉണ്ട്. ഒക്ടാവിയയ്ക്ക് ഇതിലും കൂടുതൽ വില കൊടുക്കേണ്ടി വരും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഒരു ഫൺ ഫാക്ടർ ഉള്ളൊരു വാഹനം എന്ന് പറയുന്നത് ഇത് മാത്രമായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം സെഡാൻസ് ഇനി പതുക്കെ ഇറങ്ങി വരുന്നേ ഉള്ളൂ. ഒരുപാട് മാനുഫാക്ചേഴ്സ് സെഡാൻസ് ഇറക്കാൻ മടിച്ചു നിൽക്കുന്ന ഒരു കാര്യം. കാരണം SUV-യുടെ ഒരു സമയമായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട്. എന്താണെങ്കിലും സ്കോഡ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു. ഇനി മാനുഫാക്ചേഴ്സ് കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നു. പെർഫോമൻസ് ആണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ, അല്ലെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഒരു വാഹനം ഓടിക്കുമ്പോൾ വേണ്ടത്, ഒരു സെഡാൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ സ്കോഡ സ്ലാവിയ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും.